ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. ഇപ്പോഴിതാ 100 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ കിരീടം ആർക്കെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കവേ അവസാന 5 പേർ തമ്മിൽ കരുത്തുറ്റ പോരാട്ടമായിരുന്നു നടന്നത്. അനീഷ്, അക്ബർ, അനുമോൾ, ഷാനവാസ്, നെവിൻ എന്നിവരാണ് ഫൈനലിസ്റ്റുകളായി എത്തിയത്. ഇപ്പോഴിതാ വാശിയേറിയ മത്സരത്തിനൊടുവിൽ 4 പുരുഷന്മാർക്കൊപ്പം ഒരേയൊരു പെൺതരിയായി ഫൈനലിലേക്ക് കത്തിക്കയറിയ അനുമോൾക്കാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 കിരീടം ലഭിച്ചിരിക്കുന്നത്. നിലവിലെ ട്രെൻഡുകളും പോളുകളും അനുസരിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിയാകാൻ ഏറ്റവും സാധ്യത അനുമോൾക്ക് തന്നെയായിരുന്നു. മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും അടക്കം അനുമോളുടെ സുഹൃത്തുക്കൾ ശക്തമായ ക്യാമ്പയിനുമായി രംഗത്തിറങ്ങിയിരുന്നു. ഒപ്പം PR-ന്റെ ബലം കൂടിയാണ് അനുമോൾക്ക് തുണയായി മാറിയത്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെയിലെ ആദ്യ എവിക്ഷനിൽ പുറത്തായത് അക്ബറാണ്. 4ാം സ്ഥാനത്തെത്തി പുറത്തായത് നെവിനാണ്. സീസണിലെ എന്റർടൈനർ എന്ന ടാഗും സ്വന്തമാക്കിയാണ് നെവിൻ 100ാം ദിവസം ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിയത്. ടോപ്പ് 5 ആയിരുന്നു തന്റെ ലക്ഷ്യമെന്നും ബിഗ് ബോസിൽ വന്നപ്പോഴുണ്ടായ എല്ലാ ലക്ഷ്യങ്ങളും താൻ നിറവേറ്റിയതായും പറഞ്ഞാണ് നെവിൻ ഹൗസ് വിട്ടത്. ടോപ്പ് 3 ആയത് ഷാനവാസ് ആയിരുന്നു. അനുമോൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തി ഒപ്പത്തിനൊപ്പം നിന്ന അനീഷാണ് 2ാം സ്ഥാനം നേടിയത്. സെലിബ്രിറ്റി പരിവേഷമുള്ള അനുമോളോ അതോ സാധാരണക്കാരുടെ പ്രതിനിധിയായി എത്തിയ അനീഷോ ആര് കപ്പുയർത്തുമെന്ന് കണ്ടറിയാൻ കാത്തിരുന്ന പ്രേക്ഷകരായിരുന്നു ഭൂരിഭാഗവും. വോട്ടിംഗ് പോളിംഗിൽ അനുമോൾക്ക് 1ാം സ്ഥാനം ലഭിച്ചപ്പോൾ തന്നെ അനുമോളുടെ ജന്മനാട്ടിലടക്കം വമ്പൻ പരിപാടികളായിരുന്നു ഒരുക്കിയത്. വിജയ്ക്ക് പ്രഖ്യാപിച്ച 50 ലക്ഷം രൂപയിൽ നിന്ന് ബിഗ് ബാങ് വീക്ക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ നേടിയ തുക കുറയ്ക്കുന്നതിനാൽ ടൈറ്റിൽ വിന്നറായ അനുമോൾക്ക് 42.25 ലക്ഷം രൂപയാണ് ലഭിക്കുക. 1ാം സമ്മാനമായി ലഭിക്കുന്ന 45.25 ലക്ഷം രൂപയ്ക്ക് 30% വരെ നികുതി ബാധകമാകും. ഇതിനു പുറമെ സ്പോൺസർമാർ പ്രഖ്യാപിക്കുന്ന കാറുകളും സർപ്രൈസ് സമ്മാനങ്ങളും അനുമോൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഫൈനലിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന മത്സരാർത്ഥി അനുമോളാണ്. പ്രതിദിനം 65,000 രൂപ എന്ന കണക്കിൽ 100 ദിവസം പൂർത്തിയാക്കുമ്പോൾ അനുമോൾക്ക് പ്രതിഫലമായി മാത്രം ലഭിക്കുക ഏകദേശം 65 ലക്ഷം രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ. സമ്മാനത്തുകയേക്കാൾ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥി എന്ന കൗതുകം കൂടിയുണ്ട് അനുമോളുടെ കാര്യത്തിൽ. ബിഗ് ബോസ് കിരീടം നേടി അനുമോൾ ആ വീടിന്റെ പടിയിറങ്ങുന്നത് ഒരു കോടീശ്വരിയായി തന്നെയാണ്. മിനി സ്ക്രീൻ താരമായ ഷാനവാസ് ഷാനു പ്രതിദിനം 35,000 രൂപയാണ് പ്രതിഫലം കൈപ്പറ്റുന്നത്. 100 ദിവസത്തെ അദ്ദേഹത്തിന്റെ മൊത്തം വരുമാനം ഏകദേശം 35 ലക്ഷം രൂപയാണ്. അക്ബർ ഖാനും നെവിനും പ്രതിദിനം ഏകദേശം 5,000 രൂപ വീതമാണ് പ്രതിഫലം നേടുന്നത്. ഈ കണക്കനുസരിച്ച് ഇരുവരുടെയും 100 ദിവസത്തെ വരുമാനം ഏകദേശം 5 ലക്ഷം രൂപ വീതമായിരിക്കും. കോമണർ വിഭാഗത്തിലെത്തിയ അനീഷിന് സെലിബ്രിറ്റികളെപ്പോലെ വലിയ പ്രതിഫലം ലഭിക്കില്ല. എങ്കിലും അനീഷിന്റെ പ്രതിദിന ശമ്പളം അടിസ്ഥാന നിരക്കായ 3,500 മുതൽ 5,000 വരെ ആയിരിക്കാനാണ് സാധ്യത. എങ്കിലും ഷോയിലൂടെ വലിയ രീതിയിൽ പോപ്പുലാരിറ്റി നേടുവാൻ അനീഷിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.